മട്ടൻ ചട്ടിക്കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. നല്ല മൺചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കൊത്തമല്ലി, തക്കോലം, റെഡ് ചില്ലി, ഗ്രാമ്പു, പെരിഞ്ജീരകം എന്നിവ ഇട്ട് കൊടുക്കാം. പട്ട ഉൾപ്പെടെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില എന്നിവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമണം മാറുന്നത് വരെ. നന്നായിട്ട് പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. സവോള ഇന്ന് വാടാൻ വേണ്ടിയിട്ട് നമ്മൾ ലേശം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് തക്കാളി ഇപ്പോൾ ഇട്ട് കൊടുക്കുകയാണ്. 2 കഷ്ണം തക്കാളിയാണ് നമ്മളിപ്പോൾ സ്ലൈസ് ചെയ്യുകയോ ക്യൂബായിട്ട് കട്ട് ചെയ്യുകയോ എന്നാണ് ചെയ്യാം. ജസ്റ്റ് ഒരു 3 മിനിറ്റ് നമുക്ക് തക്കാളി ഇതിനായിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മളിതിലേക്ക് ഇപ്പം മട്ടൻ ഇട്ട് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി. കാശ്മീരി മുളകാണ്. നമ്മുടെ മട്ടൻ മസാല നാടൻ രീതിയിൽ നമ്മൾ തയ്യാറാക്കിയതാണ്. നമ്മൾ നാടൻ രീതിയിൽ തയ്യാറാക്കിയ നമ്മുടെ ഗരം മസാല കൂട്ടാണ്. പിന്നെ എരിവിന് ആവശ്യമായിട്ട് നമ്മുടെ കുരുമുളക് പൊടി. ഇവനെ നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. നമുക്ക് ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് ഇവനെ ഒന്ന് അരമണിക്കൂർ വേവിച്ചെടുക്കാം. ഇത് അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് മൂടി വെച്ച് ഇവനെ ഒന്ന് വേവിച്ചെടുക്കണം. മട്ടൻ ചട്ടിക്കറി നന്നായി തിളച്ച് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളെ 1 തേങ്ങയുടെ തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലൊരു അരമണിക്കൂറോളം വേവേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ മട്ടൻ കറി താളിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളിയും കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ചുമ്മാ ജസ്റ്റ് ഒന്ന് താളിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് താളിപ്പ് ചേർത്ത് കൊടുക്കാം.